രണ്ട് ദുരന്തങ്ങളിലേക്ക് ഉള്ള കാഴ്ചകളിലേക്ക് പോകുക. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. ഒരാഴ്ചയുടെ ഇടവേളയിൽ നമ്മുടെ രാജ്യത്തെ രണ്ട് മെട്രോ നഗരങ്ങളിലുണ്ടായ അപകടങ്ങളുടെ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടത്. ഇതിൽ നമ്മൾ ആദ്യം കണ്ടത് അത് ഇന്ന് സംഭവിച്ച മുംബൈയിലെ ട്രെയിൻ അപകടമാണ്. 5 പേർക്കാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായത്. മുംബൈയിലെ ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനലിലേക്ക് പോയ സബർബൻ ട്രെയിനിലായിരുന്നു അപകടം. അമിതമായ തിരക്കാണ് അപകട കാരണമെന്ന് റെയിൽവേ അറിയിച്ചു. ഈ സംഭവത്തിൽ റെയിൽവേ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമതായി നമ്മൾ കണ്ട ദൃശ്യം, ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ ഒരു വശത്ത് കാണുന്ന ചെരുപ്പുകൾ കൂട്ടിയിട്ടിരിക്കുന്ന ആ ദൃശ്യം, അത് ഒരാഴ്ച മുൻപ് നടന്നതാണ്. അതായത് ബംഗളൂരുവിലെ വിക്ടറി പരേഡ് ദുരന്തത്തിൻ്റേത്. RCBയുടെ വിക്ടറി റാലിക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 11 പേർക്കാണ് അന്ന് ജീവൻ നഷ്ടമായത്. സംഭവത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി A. ശങ്കറും ട്രഷറർ ES ജയറാമും രാജിവെച്ചു. ഫ്രാഞ്ചൈസിയുടെ മാർക്കറ്റിംഗ് മേധാവി നിഖിൽ സെസാലെ ഉൾപ്പെടെ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ട ഒരാഴ്ചയുടെ ഇടവേളകളിലുണ്ടായ 2 അപകട ദൃശ്യങ്ങളാണ് നമ്മൾ ഈ സ്ക്രീനിന്റെ 2 ഭാഗങ്ങളിലായി കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരം ദുരന്തങ്ങൾ നമ്മുടെ രാജ്യത്ത് ആവർത്തിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുന്നു തത്സമയം എനിക്കൊപ്പം. ശ്രീജിത്ത്, ഇപ്പോൾ നമ്മൾ ഈ കണ്ടത് 2 അപകടങ്ങളാണ്. ഇവ തമ്മിലുള്ള കണക്ഷൻ ആൾക്കൂട്ടങ്ങളെ നിയന്ത്രിക്കാനാകുന്നില്ല എന്നുള്ളതും. ഇവിടെ കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു അപകടമുണ്ടായാൽ ഇവിടുത്തെ ജനങ്ങളുടെ പ്രതികരണം ഇതാകുമോ? ഇവിടുത്തെ സർക്കാർ, ഇവിടുത്തെ പ്രതിപക്ഷം അവരിങ്ങനെയാകുമോ ഈ ഒരു വിഷയത്തെ എടുക്കുക എന്നുള്ളതാണ്. ബംഗളൂരുവിൽ 11 പേർ മരിച്ചു. പക്ഷേ അന്ന് ആ 11 പേർ മരിക്കുമ്പോഴും ആ പരിപാടി അവിടെ നടന്നു. ട്രെയിനിൽ നിന്ന് ഇന്ന് ആളുകൾ വീണ് മരിച്ചു. പക്ഷേ അത് അമിതമായ തിരക്ക് എന്ന് പറഞ്ഞു, ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു, ആ പരിപാടി അവിടെ കഴിഞ്ഞു. ആരാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾക്കുള്ള ഉത്തരവാദി ശ്രീജിത്ത്? രാജ്യത്ത് ഒരാഴ്ചയുടെ ഇടവേളയിൽ, ശ്രീജിത്തിലേക്ക് മടങ്ങിയെത്താം, രാജ്യത്തെ ഒരാഴ്ചയുടെ ഇടവേളയിലുണ്ടായ 2 അപകടങ്ങളാണ് നമ്മൾ ഈ സ്ക്രീനിന്റെ 2 വശത്തായി കാണുന്നത്. ഒന്ന് ബംഗളൂരുവിൽ RCBയുടെ വിക്ടറി പരേഡിനിടെ ഉണ്ടായ അപകടവും മറ്റൊന്ന് ഇന്ന് രാവിലെ ഉണ്ടായ ട്രെയിൻ അപകടവും. ശ്രീജിത്ത് കേൾക്കാമെങ്കിൽ ഞാൻ ചോദിച്ചത്, ഈ നമ്മൾ ഈ കണ്ട 2 ദൃശ്യങ്ങളും അത് ഒരാഴ്ചയുടെ ഇടവേളയിൽ നമ്മുടെ രാജ്യത്തുണ്ടായ അപകടങ്ങളാണ്. ഇത് നമ്മുടെ നാട്ടിലായിരുന്നുവെങ്കിൽ ഇതിന് ഇങ്ങനെയാകുമോ ഒരു പ്രതികരണം എന്നുള്ളതാണ്. കാരണം ഒരിടത്ത് ബംഗളൂരു 11 പേർ മരിച്ചു. പക്ഷെ അന്ന് അവിടെ ആ പരിപാടി നടന്നു. 11 പേരുടെ മരണം നടക്കുന്ന സമയത്തും അന്ന് ആ പരിപാടി അവിടെ വളരെ ഗംഭീരമായി തന്നെ നടന്നു. ട്രെയിനിൽ നിന്ന് ആളുകൾ ഇന്ന് വീണ് മരിച്ചു. 5 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അത് അമിതമായ തിരക്ക് എന്ന് പറഞ്ഞ് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു. അതോടെ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരം അപകടങ്ങൾ നിരന്തരം നമ്മുടെ രാജ്യത്തുണ്ടാകുന്നത്? ആരാണ് ഇതിനൊക്കെയുള്ള ഉത്തരവാദി? സർക്കാരുകൾ ഇത്തരത്തിൽ മാത്രം പ്രതികരിച്ചാൽ മതിയോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായും ഞാൻ മറ്റൊരു കാര്യത്തിൽ നിന്ന് തുടങ്ങാം. അതായത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഇന്നും ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും ചർച്ചയായിട്ടുള്ളത് നിലമ്പൂരിൽ വഴിക്കടവിൽ ഒരു ചെറുപ്പക്കാരൻ, ഒരു വിദ്യാർത്ഥി, അദ്ദേഹം പന്നിക്ക് വെച്ച കെണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിക്കുന്നൊരു സംഭവം ഉണ്ടായി. എങ്ങനെയാണ് കേരളത്തിൽ ആ വാർത്ത വരുന്നത്? കേരളത്തിൽ ആ വാർത്ത എങ്ങനെയാണ് ചർച്ചയാകുന്നത്? കേരളത്തിലെ സർക്കാരിനെതിരെ, KSEBക്കെതിരെ, വിവിധ വകുപ്പുകൾക്കെതിരെയൊക്കെ വലിയ വിവാദമാകുന്ന ചർച്ചയിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അത് മാത്രമല്ല, തൊട്ട് മുന്നത്തെ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് കേരളത്തിൽ ദേശീയപാത ഇടിവുണ്ടാകുന്നതും. അതിനെങ്ങനെയാണ് അതിലൊരു കാർ അപകടത്തിൽപ്പെടുന്ന ഒരു കുടുംബം അപ്രതീക്ഷിതമായി രക്ഷപ്പെടുന്നു, അസാധാരണമായി രക്ഷപ്പെടുന്നു. അതിനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? കേരളത്തിലെ ദേശീയപാതയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിലെ നടപടികൾ, അതിലെ നിർമ്മാണ പ്രവർത്തനത്തിൽ അഴിമതി എന്ന രൂപത്തിലേക്ക് ഓരോ കാര്യങ്ങൾ പോകുന്നു. നമ്മളതിനെ ദേശീയ തലത്തിലേക്കും അതിനേക്കാൾ വലിയ തലത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. സർക്കാരിനെ വിമർശിക്കണമെങ്കിൽ നമ്മൾ അതിരൂക്ഷമായി വിമർശിക്കും. സർക്കാരിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കെതിരെ പറയണമെങ്കിൽ നമ്മൾ ആ രൂപത്തിൽ പറയും. നമ്മളുടെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ അക്കാര്യത്തിൽ അഭിപ്രായങ്ങൾ പറയുകയും നിലപാടുകൾ പറയുകയൊക്കെ ചെയ്യും. ഇനി നമ്മൾ പോകുന്നത് ബംഗളൂരിലേക്കും അതോടൊപ്പം തന്നെ ഇന്ന് മഹാരാഷ്ട്രയിലെ മുംബൈയിലേക്കുമാണ്. ഈ 2 സംഭവങ്ങളിലും സർക്കാരാണ് കുറ്റക്കാർ എന്ന കാര്യത്തിൽ വലിയ തർക്കമൊന്നുമില്ലാത്ത കാര്യമാണെന്ന് നമുക്കറിയാം. 11 പേരാണ് ബംഗളൂരുവിൽ സർക്കാരും ഒപ്പം തന്നെ RCB മാനേജ്മെൻറ്റും ചേർന്ന് നടത്തിയാണ്. സർക്കാർ ചേർന്ന് നടത്തിയെന്ന് പറഞ്ഞാൽ DK ശിവകുമാർ അവിടുത്തെ ഉപമുഖ്യമന്ത്രി ആ പരിപാടിയിൽ നേരിട്ട് പങ്കെടുത്തതാണ്. അങ്ങനെ അതോടൊപ്പം തന്നെ RCB മാനേജ്മെൻറ്റ് അവരുടെ ഒരുപക്ഷെ ഒരു ക്രിക്കറ്റ് ആഘോഷം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കൊഴുപ്പിൻ്റെ കളി, അതിൽ കിരീടം നേടുന്ന RCBക്ക് ലഭിക്കുന്ന സ്വീകരണം, അത് വലിയ ആഘോഷമായി തന്നെ നടത്തണം. പക്ഷെ നടത്തുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ അല്ലെങ്കിൽ സർക്കാർ എടുക്കേണ്ട മുൻകരുതലുകൾ എടുത്തോ എന്നതാണ് ചോദ്യം. ആ വലിയ ആൾക്കൂട്ടത്തെ, ഏതാണ്ട് 8 ലക്ഷം പേർ പങ്കെടുത്തു എന്ന് പറയുന്നു. ബംഗളൂരു പോലെ
നഗരത്തിൽ 8 ലക്ഷം പേർ പങ്കെടുത്തു എന്നെങ്കിൽ അതിനെ നിയന്ത്രിക്കേണ്ടത് ആരായിരുന്നു? സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച ഉണ്ടാകുന്നു. 11 ചെറുപ്പക്കാരാണ് കൊല്ലപ്പെടുന്നത്, 11 പേരാണ് യുവാക്കളാണ് കൊല്ലപ്പെടുന്നത്. രാജ്യത്തിൻ്റെ ഭാവിയാണ് നാളെ അവർ നിശ്ചയിക്കേണ്ടിയിരുന്നത്. ഇന്ന് മഹാരാഷ്ട്രയിൽ 5 പേരാണ് ട്രെയിനിൽ കയറിയ 5 പേർ ട്രെയിനിൽ നിന്ന് വീണ് മരിക്കുകയാണ്. നമ്മൾക്ക് കേൾക്കുമ്പോൾ വളരെ ചെറിയ സംഭവമായി തോന്നാം. കേരളത്തിലാണ് അങ്ങനെ ഒരു സംഭവമെങ്കിൽ കേരളത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്കോ അല്ലെങ്കിൽ കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്കോ അല്ലെങ്കിൽ മലബാറിലേക്കോ പോകുന്ന ഒരു ട്രെയിനിൽ കയറുമ്പോൾ അയാൾ ട്രെയിനിൽ നിന്ന് വീണ് ട്രെയിനിലെ തിരക്കിൽ നിന്ന് വീണ് കൊല്ലപ്പെടുകയാണെങ്കിൽ നമ്മൾ റെയിൽവേക്കെതിരെ സംസാരിക്കും, റെയിൽവേയുടെ നടപടികൾക്കെതിരെ സംസാരിക്കും, സർക്കാരിനെതിരെ സംസാരിക്കും. എന്തുകൊണ്ട് കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കുന്നില്ല? എന്തുകൊണ്ടാണ് കേരളത്തിലെ ട്രെയിനുകളിൽ ഇത്ര തിരക്ക് അനുഭവപ്പെടുന്നത്? യാത്രക്കാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ എന്തുകൊണ്ട് റെയിൽവേ ഒരുക്കുന്നില്ല എന്നെല്ലാം നമ്മൾ പറയും. ഇന്ന് മുംബൈയിൽ, അതായത് താനേക്കടുത്തുള്ള മുംബൈയിൽ ഇന്ന് നമ്മൾ കണ്ടത് 5 പേർ റെയിൽവേ പാളത്തിൽ മരിച്ചു കിടക്കുന്നതാണ്. ട്രെയിനിൽ കയറിയവരാണ് മരിച്ചു വീഴുന്നത്. എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇത് ആരുടെ വീഴ്ചയാണ് എന്നതിലാണ് ചർച്ചകൾ വരേണ്ടത് എന്നുള്ളതാണ് സേതു ഉന്നയിച്ച വാദവും അതുതന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഇന്ത്യയിൽ നടന്ന 2 സംഭവങ്ങളാണ്. അങ്ങനെ നിരവധിയായ സംഭവങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ ഈ സബർബൻ ട്രെയിനിലെ അപകടങ്ങൾ കുറയ്ക്കാനുള്ള മന്ത്രിയുടെ ഉത്തരം പോലും കോമഡി ആയിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായും അത് സബർബൻ ട്രെയിനുകളിൽ കൂടുതൽ ഓട്ടോമാറ്റിക് വാതിലുകൾ ഘടിപ്പിക്കുന്നതാണ്. സബർബൻ ട്രെയിനുകളുടെ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ തന്നെ അത് എന്തിനാണെന്ന് ചോദിച്ചാൽ കൂടുതൽ ആളുകളെ കയറ്റുക, കൂടുതൽ വാതിലുകൾ സൃഷ്ടിക്കുക. കാരണം ചെറിയ ചെറിയ സ്റ്റേഷനുകളാണ്, അടുത്തടുത്ത സ്റ്റേഷനാണ്. അവിടെ വാതിൽ തുറന്ന് വാതിലിന് പുറത്തേക്ക് അകത്തേക്ക് ഇറങ്ങിയൊക്കെ കയറുകയും പോവുകയും ഒക്കെ അതിൻ്റെ പ്രായോഗിക വശത്തെക്കുറിച്ച് റെയിൽവേ തന്നെയാണ് വിശദീകരിക്കേണ്ടത്. പക്ഷേ എന്നാൽ പോലും അതിനുള്ള മറുപടി കൂടുതൽ വാതിലുകൾ ഉണ്ടാക്കുമെന്നുള്ളതാണ്. പക്ഷേ കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കുമെന്നോ യാത്രക്കാർക്ക് ആവശ്യമായ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കുമെന്നോ അവിടെ കൂടുതൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ പോലീസിനെ ഉപയോഗിച്ച് കൂടുതൽ യാത്രക്കാരെ മാറ്റി അല്ലെങ്കിൽ അവിടെ സുരക്ഷാ സൗകര്യങ്ങൾ ഒരുക്കുമെന്നോ എന്ന കാര്യങ്ങളൊന്നും പറയുന്നില്ല. പകരം ഓട്ടോമാറ്റിക് ട്രെയിനുകൾ, ആ ഓട്ടോമാറ്റിക് ട്രെയിനുകളിൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് വാതിലുകൾ വരുന്നത് ഇനി വരാൻ പോകുന്ന റാക്കുകളിലാണ്. അതായത് ഇനി റെയിൽവേ കൊണ്ടുവരാൻ പോകുന്ന റാക്കുകളിൽ ഈ ഓട്ടോമാറ്റിക് വാതിലുകൾ കൊണ്ടുവരും എന്നുള്ള മറുപടിയാണ് റെയിൽവേ പറയുന്നത്. എത്ര വിചിത്രമാണ് ആ മറുപടി എന്ന് കേൾക്കാം. അതോടൊപ്പം തന്നെ കർണാടകയിലുണ്ടായത് അതിൽ എനിക്ക് വിഷമമുണ്ട്, ഞാൻ ഖേദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉപമുഖ്യമന്ത്രി കരയുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മൾ ഈ 2 കാര്യങ്ങളെയും കാണേണ്ടത്? നമ്മളിത് വരേണ്ടത് ഒരു പക്ഷേ കേരളത്തിലേക്കാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മുഖ്യമന്ത്രിയാണ് കുറച്ച് മുൻപ്, അതായത് ആ പ്രതികരണം നടത്തുന്നതിനും കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് മാധ്യമങ്ങളോട് വന്ന് പറഞ്ഞത് മഴ കാരണം ഞങ്ങൾക്ക് ആൾക്കാരെ നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന്. അതെ, മറുപടികൾ വളരെ വിചിത്രമായി കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ഈ 2 ആഴ്ചക്കുള്ളിലാണ് ഈ 2 സംഭവങ്ങൾ. ഇതിന് മുൻപ് നടന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഞാൻ ദീർഘമായി വിശേഷിപ്പിച്ചാൽ അത് പക്ഷേ ഒരു വലിയ രാഷ്ട്രീയ ചർച്ചയിലേക്ക് പോകേണ്ട കാര്യങ്ങളാണ്. കുംഭമേളയിൽ ആളുകൾ കൊല്ലപ്പെടുന്നു, ആളുകൾ വരുന്ന സ്ഥലങ്ങളിൽ സ്വാഭാവികമായും അപകടങ്ങൾ ഉണ്ടാകുമെന്നാണ് അന്ന് അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞത്. ഇങ്ങനെ സമാനമായ നിരവധി അനുഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ കേരളത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൽ ഈ വിഷയങ്ങൾ ഉണ്ടായെങ്കിൽ ഈ റെയിൽവേ അപകടവും ഈ വലിയ ആൾക്കൂട്ടത്തിനിടയിലേക്ക് അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിലെ സ്റ്റാമ്പേഡ്, ആൾക്കൂട്ടം തെന്നിമാറി വീണ് അതിന് മുകളിലേക്ക് കൂടുതൽ ആളുകൾ വരുന്ന അപകടം ഉണ്ടാകുന്നതൊക്കെ കേരളത്തിലാണെങ്കിൽ ഇത് വലിയ ചർച്ചയിലേക്ക്, മറ്റൊരു തരത്തിലേക്കൊക്കെ രാജ്യത്ത് തന്നെ വലിയ ചർച്ചയിലേക്ക് കടന്നു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. നമ്മൾ സ്വാഭാവികമായും സർക്കാരിനെ വിമർശിക്കും, സർക്കാരിൻ്റെ നയങ്ങളെ വിമർശിക്കും, സർക്കാർ എടുത്ത തീരുമാനങ്ങളെ വിമർശിക്കും. അവിടെ പോലീസിൻ്റെ വീഴ്ചയുണ്ടെങ്കിൽ അത് പറയും, വകുപ്പുകളുടെ വീഴ്ചയുണ്ടെങ്കിൽ നമ്മളത് പറയും. പക്ഷേ ഈ കർണാടകയിലും ഈ മഹാരാഷ്ട്രയിലും ഒന്നും സർക്കാരിനെയോ വകുപ്പുകളെയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിലെയോ ഒന്നും വിമർശിക്കാനോ അല്ലെങ്കിൽ ആരും മറുപടി പറയാനോ പോലും തയ്യാറാകുന്നില്ല. സേതു തന്നെ സൂചിപ്പിച്ചതുപോലെ വിചിത്രമായ മറുപടികൾ കൊണ്ട് രാജ്യത്തെ നാട്ടുകാരെയൊക്കെ സംതൃപ്തരാക്കുക, അതിൽ സംതൃപ്തി അടങ്ങി മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. ഈ വാർത്ത ഇന്ന് രാവിലെ ദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങൾ ഈ വാർത്ത എടുക്കുമ്പോൾ നമ്മൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് മുംബൈയിൽ നിന്ന് ഈ വാർത്ത നമ്മൾ ഒരുപക്ഷെ ആദ്യം കൊടുത്തിരുന്നു. പക്ഷേ പിന്നീട് ആരും ഈ വാർത്തയെ ആ രൂപത്തിൽ കാണാൻ, മഹാരാഷ്ട്രയിൽ മുംബൈ നഗരത്തിലാണെന്ന് ആലോചിക്കണം. അവിടെ 5 പേർ രാവിലെ വീട്ടിൽ നിന്നിറങ്ങി ജോലിക്ക് പോകുന്നവരാണ്, പഠിക്കാൻ പോകുന്നവരാണ്. അവരാണ് ട്രെയിനിൽ കയറി ട്രെയിനിൽ നിന്ന് വീണ് മരിക്കുന്നത്. യാദൃശ്യമായി വീണ് മരിക്കുകയല്ല, ആൾക്കൂട്ടം അവരെ കൊലപ്പെടുത്തുകയാണ്. രാജ്യത്തെ ഈ അപകടങ്ങളിലൊക്കെ പൊലിഞ്ഞു പോകുന്നവരുടെ ജീവനിൽ നിന്നും ഒരു വിലയും ഇല്ലാന്നുള്ളൊരു സംഭവത്തിലേക്കൊക്കെ പോലും നമ്മൾ എത്തിച്ചേരുത്. എന്ത് ഈ നാടിനെ പോക്ക് എങ്ങോട്ടാണ്? ഈ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ എങ്ങനെയാണ് ഇത്തരത്തിൽ ലാഘവത്തോടെ ഈ വിഷയങ്ങളെ എടുക്കുകയും അതിൽ പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം. നമ്മൾ കേരളത്തിൽ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും പക്ഷേ ഒരു വിഷയം വന്നാൽ എല്ലാവരും ഒന്നിച്ച് നിൽക്കുകയും അതിൽ പ്രതികരണങ്ങൾ നടത്തേണ്ട മുറയ്ക്ക് നടത്തേണ്ട രീതിയിൽ തന്നെ നടത്തുകയും ചെയ്യുന്നു. അതിൽ നമുക്ക് അഭിമാനിക്കുകയും ചെയ്യാം. ശരി ശ്രീജിത്ത്, മനുഷ്യ ജീവനുകൾ നഷ്ടപ്പെട്ട ഒരാഴ്ചയുടെ ഇടവേളകളിലുണ്ടായ 2 അപകടങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ആ 2 അപകടങ്ങളുടെ ദൃശ്യങ്ങളും ആ കാരണങ്ങളുമാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീജിത്ത് ബാലകൃഷ്ണൻ.